നമ്മളിപ്പോൾ പുരയിലില്ലായിരുന്നു, ദൂരെ ആണെങ്കിലേനുള്ളിൽ. അന്നേരം നമ്മളെ പുരയിൽ ആരെങ്കിലും വിളിച്ചറിയുന്നത് നമ്മളെ പുരയിലെ ഫോണ് ബെടക്കായി പോയി, അതിൻ്റെ എന്തോ സെറ്റിങ്സ് മാറിപ്പോയി, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാണ്ട് ഓലിക്കിട്ട് തിരിയേയില്ല. തീരെ പറഞ്ഞു കൊടുത്താലും ചിലർക്ക് ഒന്നും തിരിയില്ലാന്ന്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഫോണിൻ്റെ സെറ്റിങ്സോ കാര്യങ്ങളോ പറഞ്ഞു കൊടുക്കണമെങ്കിൽ 1/1 ആയിട്ട് സ്ക്രീൻഷോട്ട് കൂടെ കറക്റ്റ് മാർക്ക് ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ. പലർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിക്കേണ്ട ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഉപകാരം ഉണ്ടാകുമല്ലോ, ഓലിക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇനി നമ്മൾ സ്ക്രീൻഷോട്ട് ഫ്ലോ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാന്ന്. ഈ ചങ്ങായി പിന്നെ ആപ്പും കോപ്പും കൊണ്ടാണല്ലോ വരുന്നത്. എന്താക്കാനാ ഇങ്ങനെയൊക്കെ ആപ്പ് ഉണ്ട് നിങ്ങളറിയോ? അറിയാത്ത ഒരുപാട് ആൾക്കാരല്ലേ, ഓലിക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ, അതിനാണ് നമ്മൾ ഈ പരിചയപ്പെടുന്നത്. പിന്നെ വേറെ മോശമൊന്നും പറയരുതല്ലോ. ഈ ആപ്പ് പരിചയപ്പെടുത്തുന്നതുകൊണ്ട് ചെറിയൊരു വരുമാനം നമുക്കും കിട്ടും. അതുകൊണ്ട് കൂടിയാണ് നമുക്കും ജീവിക്കണ്ടേന്ന്, കുട്ടികൾ കഞ്ഞി കുടിച്ചു പോണ്ടേ. അതൊക്കെ അടക്കട്ടെ, നമുക്ക് ഈ സ്ക്രീൻഷോട്ട് ഫ്ലോ കൂടെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാന്നൊന്ന് തുറന്നു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ടൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഇത് വരിക. ഇതിൽ ഒരു പെർമിഷൻ കൊടുക്കണം കേട്ടോ, ഓവർലേ പെർമിഷൻ കൊടുക്കണം. അത് നിങ്ങൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന നേരം വരും. പിന്നെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ വന്നെങ്കിൽ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് നൗ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അത് ചെയ്തിട്ട് വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ചങ്ങായി ഉണ്ടാവും സ്ക്രീനിൽ കേട്ടോ, ഒരു കൈപ്പത്തിൻ്റെ അടയാളം പോലത്തെ. ഇനി നമ്മളിപ്പോൾ ഞാൻ ഇപ്പം ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ തുറക്കാം. ഇതാ സെറ്റിങ്സ് തുറന്ന് എന്നിട്ട് ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേയിലുള്ള എന്തെന്ന് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഡിസ്പ്ലേ ആണ് കാണിക്കേണ്ടതുണ്ടെങ്കിൽ ഈ കൈപ്പത്തിയിൽ ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം കീപ്പ് നെക്സ്റ്റ് കൊടുക്കുക. ഇതാ നെക്സ്റ്റ്, അതിനുശേഷം ഡിസ്പ്ലേ കൊടുത്ത് അതിനുശേഷം ഒന്നുകൂടി ഇത് ക്ലിക്ക് ചെയ്യുക, കീപ്പ് നെക്സ്റ്റ് കൊടുക്കുക. ഈ സാധനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാം. എന്നിട്ട് അതുമിൽ ഒന്നുകൂടിയും ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്താണോ കൂട്ടുകയോ ഓർക്കുകയോ ഒക്കെ ചെയ്യേണ്ടിയേ, ഇവിടെ കീപ്പ് നെക്സ്റ്റ് കൊടുത്തിട്ട് ഓരോന്നും നമുക്കിങ്ങനെ കാണിക്കേണ്ട ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ലാസ്റ്റ് കീപ്പ് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ അതൊറ്റ സ്ക്രീൻഷോട്ടായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം വരെ വന്ന് നമ്മളിപ്പോൾ ചെയ്തത് കേട്ടാ, 4 സ്ക്രീൻഷോട്ട് എടുത്തേക്ക് 4ഉം ഇവിടുന്ന് അടുത്തതിലേക്ക് എവിടെയാണോ ക്ലിക്ക് ചെയ്യേണ്ടത് അതിലേക്ക് ഒരു ഏറോ മാർക്ക്, എന്നിട്ട് അടുത്തതിലേക്ക് എവിടെയാണോ ക്ലിക്ക് ചെയ്യേണ്ടത് അതിലേക്ക് ഒരു ഏറോ മാർക്ക്, എന്നിട്ട് അടുത്തതിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ട ഒരു ഏറോ മാർക്ക്. ഇങ്ങനെ ഏറോ മാർക്ക് ഇട്ട് ക്ലിക്ക് ചെയ്ത് പോകേണ്ടി എങ്ങനെയാണെന്ന് ഒറ്റ സ്ക്രീൻഷോട്ട് കൂടെ നമുക്ക് സുഹൃത്തിനോ വീട്ടിലുള്ളവർക്കോ പറഞ്ഞു കൊടുക്കാം. ഒരു മൊബൈലിൽ ഒരു പ്രശ്നം വന്നാൽ അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നന്നാക്കേണ്ടതെന്ന് നമുക്ക് ദൂരെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ സ്ക്രീൻഷോട്ട് ഫ്ലോ സംഭവം. അങ്ങനെ ചില സമയത്ത് ഭയങ്കര ഉപകാരം കേട്ടോ. നിങ്ങൾക്ക് ഇത് ഉപകാരം തോന്നിക്കണ്ടേ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക് കേട്ടോ. അത് നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.